Amalgamation illustration number 1. Let us consider the draft balance sheet of X Limited as on 31st March 2001. Balance sheet തന്നിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അതർ ഇൻഫർമേഷൻ നോക്കാം. Y Limited takes over X Limited on 10th April 2011. അപ്പോൾ Y Limited ആണ് X Limitedനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ X Limited ട്രാൻസ്ഫറർ കമ്പനിയും Y Limited ട്രാൻസ്ഫറി കമ്പനിയുമാണ്. Debenture holders of X Limited are discharged by Y Limited at 10% premium by issuing 15% on debentures of Y Limited. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 10% പ്രീമിയത്തിലാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അഥവാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് മാത്രമേ പർച്ചേസ് കൺസിഡറേഷനിൽ കൺസിഡർ ചെയ്യുള്ളൂ. ഇൻ കേസ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നതിന് അത് പർച്ചേസ് കൺസിഡറേഷനിൽ പെടില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, 14% preference shareholders of X Limited are discharged at a premium of 20% by issuing necessary number of 15% preference shares of Y Limited. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് 20% പ്രീമിയത്തിലാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രയുണ്ട്? 500 ഉണ്ട്. അതായത് 25 lakh ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് 25 lakh ഉണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്നത് 20% പ്രീമിയത്തിൽ. അപ്പോൾ 25 lakh പ്ലസ് 20% 30 lakh ആണ് പർച്ചേസ് കൺസിഡറേഷൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 30 lakh ആണ്. എത്ര ഷെയർസ് ഉണ്ടാവും? ഫേസ് വാല്യൂ 100 ഡിവൈഡഡ് ബൈ 100, 30,000. ഓക്കെ, 30,000 14% പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 100 ഈച്ച്, 30 lakh. അടുത്തത് ഇൻട്രിൻസിക് വാല്യൂ പെർ ഷെയർ ഓഫ് എക്സ് ലിമിറ്റഡ് 20 ആണ്, വൈ ലിമിറ്റഡിൻ്റെ 30 ആണ്. Y Limited will issue equity shares to satisfy the equity shareholders of X Limited on the basis of intrinsic value. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിസിൽ Y Limited X Limitedൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, however the entry should be made at par value only. Nominal value of share is 10 rupees. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ടെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർസ് 75 lakh ഉണ്ട്. ഓക്കെ, ഈ ഷെയർസ് 75 lakh ഉണ്ട്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എക്സ് ലിമിറ്റഡ് 20 ആണ്, വൈ ലിമിറ്റഡ് 30 ആണ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 20/30, അതായത് 2/3 റേഷ്യോയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 75 lakh ഇൻറ്റു 2 for 3 ഷെയർസ്. അപ്പോൾ 50 lakh ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. എത്ര ഷെയർസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 5 lakh ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 30 lakhും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 50 lakhും ടോട്ടൽ 80 lakh ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇലസ്ട്രേഷൻ നമ്പർ 2. എസ് ലിമിറ്റഡ് ഈസ് അബ്സോർബ്ഡ് ബൈ പി ലിമിറ്റഡ്. അപ്പോൾ പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ എസ് ലിമിറ്റഡ് ട്രാൻസ്ഫറർ കമ്പനിയും പി ലിമിറ്റഡ് ട്രാൻസ്ഫറി കമ്പനിയുമാണ്. ഡ്രാഫ്റ്റ് ബാലൻസ് ഷീറ്റ് എസ് ലിമിറ്റഡ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പി ലിമിറ്റഡ് ഹാസ് എഗ്രീഡ് ടു ഇഷ്യൂ, നമ്മളോട് ഇതിലും ചോദിച്ചിരിക്കുന്നത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പി ലിമിറ്റഡ് ഹാസ് എഗ്രീഡ് ടു ഇഷ്യൂ 9% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് in the ratio of 3 shares of P Limited for 4 preference shares in S Limited. അപ്പോൾ എസ് ലിമിറ്റഡിനെ ഹോൾഡ് ചെയ്യുന്ന 4 പ്രിഫറൻസ് ഷെയർസിന് പകരമായിട്ട് 3 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 3/5 റേഷ്യോയിൽ ഇഷ്യൂ ചെയ്യുന്നു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്? 2 lakh ഉണ്ട്. 2 lakhൻ്റെ 2/3 ആണ് പുതിയ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. 2 lakh into 2/3 which is 2/3 അല്ല 3/4. 2 lakh into 3/4 1,50,000 ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അടുത്തത് ടു ഇഷ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് പി സിയിൽ പെടുത്തില്ല. ഇനി ടു പേ 20 per share in cash, 20 rupee per share in cash. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? ഇക്വിറ്റി ഷെയർസ് ആണ് എടുക്കേണ്ടത്. 5,000 ഷെയർസ് ഉണ്ട്. 20 per share in cash. അപ്പോൾ 20,000 5,000 into 20 എന്ന് പറയുമ്പോൾ 1 lakh ക്യാഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യും. ആൻഡ്
To issue 6 equity shares of 100 each in lieu of every 5 shares held in S Limited. അപ്പോൾ 6/5 റേഷ്യോയിൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന എത്രയാണ് 5000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ 5000 ഇൻറ്റു 6/5 5000 ഇൻറ്റു 6/5 6000 ഇക്വിറ്റി ഷെയർസ് എത്ര രൂപയിൽ മാർക്കറ്റ് വാല്യൂ 125 ഇൻറ്റു 125 7,50,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1,50,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ആയിട്ടും 1 lakh ക്യാഷ് ആയിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കി 7,50,000 ഷെയർസ് ആയിട്ടും കൊടുക്കും. ഇലസ്ട്രേഷൻ നമ്പർ 3. Y Limited decide to absorb X Limited. അപ്പോൾ Y Limited X Limitedനെ അബ്സോർബ് ചെയ്യുന്നു. X Limited ട്രാൻസ്ഫറും Y Limited ട്രാൻസ്ഫറി. X Limitedൻ്റെ ട്രാൻസ്ഫറിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതെങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Y Limited agrees to take over the net asset of X Limited. അപ്പോൾ നെറ്റ് അസറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ Y Limited അഗ്രി ചെയ്തു. An equity share in X Limited for purposes of absorption is valued at the rate of 70 rupees. അപ്പോൾ അബ്സോർപ്ഷന് വേണ്ടി ഇക്വിറ്റി ഷെയർ വാല്യൂ ചെയ്യുന്നത് 70 റുപ്പിയാണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 3000 ഷെയർസ്. 3000 ഇൻറ്റു 70 എന്ന് പറഞ്ഞാൽ 2,10,000 വാല്യൂ ഓഫ് ഷെയർസ് ആണ് ഫോർ അബ്സോർപ്ഷൻ. Y Limited agreed to pay 60,000 in cash for payment to preference shareholders. അപ്പോൾ 2,10,000 plus 60,000. Equity shares will be issued at value 120 each. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന 2,10,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന 60,000 ചേർന്ന് 2,70,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ഇനി ഇതെങ്ങനെ ഡിസ്ചാർജ് ചെയ്യും? അതായത് എന്തൊക്കെ രീതിയിൽ കൊടുക്കും? 60,000 ക്യാഷ് ആയിട്ട് കൊടുക്കും. ബാക്കി 2,10,000 എത്ര ഷെയർസ് ആയിട്ട് കൊടുക്കുമെന്ന് കണ്ടുപിടിക്കണം. അതിന് 2,10,000 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ 120. 2,10,000 ഡിവൈഡഡ് ബൈ 120 എന്ന് പറയുമ്പോൾ 1,750 ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇലസ്ട്രേഷൻ നമ്പർ 4. Neel and Gagan Limited amalgamated to form a new company on 1st April 2001. Following is a draft balance sheet of Neel and Gagan Limited. അപ്പോൾ Neel and Gagan Limited അമാൽഗമേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ലൈബിലിറ്റീസ്, പ്ലാൻ ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്. ഫോളോയിങ് ആർ ദ അഡീഷണൽ ഇൻഫർമേഷൻ. The asset of Neel Limited and Gagan Limited are to be revalued as under. അപ്പോൾ പ്ലാൻ ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും റിവാല്യൂ ചെയ്യുന്നുണ്ട്. Purchase considerations to be discharged as under. Issue 24,000 equity shares of 25 each, fully paid up in proportion of their profitability in preceding 2 years. അപ്പോൾ preceding 2 yearsൻ്റെ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ 24,000 ഇക്വിറ്റി ഷെയർസ് നീലിനും ഗഗനിലും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതെങ്ങനെ അപ്പോർഷൻ ചെയ്യും? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചിട്ട് പറയാം. ഇഷ്യൂ 12% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 each fully paid up at par to provide income equivalent to 8% return on net asset. അപ്പോൾ നെറ്റ് അസറ്റിന് 8% റിട്ടേൺ വരുന്ന വിധത്തിൽ 12% പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. കമ്പ്യൂട്ട് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് നീലിനും ഗഗനും ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക. പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഈ 2 സെറ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Issue 24,000 equity shares of 25 each fully paid up in proportion to their profitability in preceding 2 years. അപ്പോൾ preceding 2 yearsൻ്റെ profitability 4,75,000 5,25,000 റേഷ്യോ. ആ റേഷ്യോയിൽ 24,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 475 പ്ലസ് 525 എന്ന് പറയുമ്പോൾ 1,000 വരും. 24,000 ഇൻറ്റു 475 ഡിവൈഡഡ് ബൈ 1,000 ചെയ്യുമ്പോൾ 11,400 ഇക്വിറ്റി ഷെയർസ് നീലിനും 24,000 ഇൻറ്റു 525 ഡിവൈഡഡ് ബൈ 1,000 ചെയ്യുമ്പോൾ 12,600 ഇക്വിറ്റി ഷെയർസ് ഗഗനും ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ നമുക്ക് കിട്ടി. ഇനി പ്രിഫറൻസ് ഷെയർസിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം 8% റിട്ടേൺ ഓൺ നെറ്റ് അസറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം.
അപ്പോൾ ആദ്യം തന്നെ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതുമ്പോൾ 8% റിട്ടേൺ കണ്ടുപിടിക്കണം, എന്നിട്ട് ഷെയർസ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. പ്ലാൻ ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്യുമ്പോൾ നെറ്റ് അസറ്റ് കിട്ടും. പ്ലാൻ ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും റിവാല്യൂഡ് എമൗണ്ട് വേണം എടുക്കാൻ. കറണ്ട് അസറ്റ് സെയിം തന്നെ എടുക്കുക, മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് കിട്ടും. ഓക്കെ, ഇനി നെറ്റ് അസറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ 8% കണ്ടുപിടിക്കുക. അതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ 8,40,000-ൻ്റെ 8% എന്ന് പറയുമ്പോൾ 67,200-ഉം 9,24,000-ൻ്റെ 8% എന്ന് പറയുമ്പോൾ 73,920-യും വരും. ഇനി നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര % പ്രിഫറൻസ് ഷെയർസാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്? 12% പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 12% പ്രിഫറൻസ് ഷെയർസ് ഇതിന് റിട്ടേൺ തന്നെ. അപ്പോൾ 56,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്രയാണ്? റിട്ടേൺ ആണ് എടുക്കേണ്ടത്. 67,200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ 5,60,000 ആയിരിക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ. അതേ ഡിവൈഡഡ് ബൈ എത്ര പെർ 10 ഈച്ചാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 56,000 ഷെയർസ് നീലിന്. ഗഗൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ റിട്ടേൺ 73,920 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 61,600 ഗഗനും ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസും കിട്ടി. ഇനി ടോട്ടൽ പി സി കണ്ടുപിടിക്കാനായിട്ട് ഇക്വിറ്റി ഷെയർസിൻ്റെ 1225 ഈച്ചാണ്. നീലിന് 11,400 ഷെയർസ് ഉണ്ട്. അപ്പോൾ 11,400 ഇൻറ്റു 25 ചെയ്യും 2,85,000-ഉം 12,600 ഇൻറ്റു 25 3,15,000-ഉം ഇക്വിറ്റി ഷെയർസ് കൊടുക്കും. പ്രിഫറൻസ് ഷെയർസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 5,60,000-ഉം 6,60,000-ഉം. ദിസ് ഇസ് ഓൾ അബൌട്ട് പർച്ചേസ് കൺസിഡറേഷൻ ആൻഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. Illustration number 5. Consider the following summarized balance sheet of X Limited and Y Limited. Balance sheet as on 31st March 2011 തന്നിട്ടുണ്ട്. Then X Limited take over Y Limited. അപ്പോൾ Y Limited transfer, X Limited transfer ചെയ്യും. X Limited discharge PC as below. Issued 3,50,000 equity shares of 10 each at par to the equity shareholders of Y Limited. അപ്പോൾ 3,50,000 equity shares ഇഷ്യൂ ചെയ്തു. ഓക്കെ, അത് ഇൻറ്റു 10 ഈച്ച്. അപ്പം 35 ലാക്കിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. ദെൻ issued 15% preference shares of 100 each to discharge the shareholders of Y Limited at 10% premium. അപ്പോൾ Y Limitedൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 1,700. അപ്പോൾ 1,700 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു. അപ്പോൾ 1,700 പ്ലസ് 10% എന്ന് പറയുമ്പോൾ 18,70,000 ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി the debentures of Y Limited will be converted into equivalent number of debentures of X Limited. അപ്പോൾ ഡിബെഞ്ചേഴ്സ് Y Limitedൻ്റെ സെയിം നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും X Limitedൻ്റെ. Statutory reserves are to be maintained for 2 more years. Show the balance sheet of X Limited after amalgamation on the assumption that amalgamation is in the nature of merger and amalgamation is in the nature of purchase. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെർജറിൻ്റെ നേച്ചറിൽ ചെയ്യുമ്പോൾ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ചെയ്യുമ്പോൾ എല്ലാ റിസർവ്സും ടേക്ക് ഓവർ ചെയ്യും. പക്ഷേ പർച്ചേസിൻ്റെ കേസിൽ, മെർജറിൻ്റെ കേസിൽ എല്ലാ റിസർവ്സും ടേക്ക് ഓവർ ചെയ്യും. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റിസർവ് എന്നും പറഞ്ഞ് ജനറൽ റിസർവിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കും. ഇനി പർച്ചേസിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മാത്രം ടേക്ക് ഓവർ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് എന്ന് പറഞ്ഞാൽ പുതിയൊരു റിസർവ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മൾ എടുത്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനായിട്ട്. ഓക്കെ, അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവിന് നെഗറ്റീവ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ആദ്യം തന്നെ പി സി കണ്ടുപിടിക്കണം. പി സി ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 35 lakh പ്ലസ് 18,70,000. അപ്പോൾ 35 lakh പ്ലസ് 18,70,000.
35 lakh plus 18 lakh 70,000. 53 lakh 70,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ചെയ്യാം. അതിൽ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് വരയ്ക്കാം. ഫസ്റ്റ് ഐറ്റം ഈസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആരുടെ ബുക്സിലാണ് നമ്മൾ വരയ്ക്കുന്നത്? എക്സ് ലിമിറ്റഡിൻ്റെ ബുക്സിൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ഉള്ള ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് 50 lakh പ്ലസ് വൈ ലിമിറ്റഡിൻ്റെ അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്തു. എത്ര? 35 lakh ഇഷ്യൂ ചെയ്തു. അപ്പോൾ 50 lakh പ്ലസ് 35 lakh 85 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് വരും. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 22 lakh എക്സ് ലിമിറ്റഡിൻ്റെ. ദെൻ ഇവിടെ നമ്മൾ 18,70,000 ഇഷ്യൂ ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര വരും? 125,70,000 ആണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കാം. മെർജറിൽ എല്ലാ റിസർവ്സും എടുക്കും. ഓക്കെ, പർച്ചേസിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാത്രം എടുക്കുകയുള്ളൂ. അപ്പോൾ മെർജറിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യാം. ജനറൽ റിസർവ് എത്ര വരുമെന്ന് നോക്കാം. ജനറൽ റിസർവ് 500 പ്ലസ് 250. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റിസർവ് എന്നും പറഞ്ഞ് കാണിക്കണം. ഓക്കെ, അത് ജനറൽ റിസർവിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ആദ്യം തന്നെ എക്സ് ലിമിറ്റഡിൻ്റെ ജനറൽ റിസർവ് പ്ലസ് വൈ ലിമിറ്റഡിൻ്റെ ജനറൽ റിസർവ് മൈനസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അമാൽഗമേഷൻ. ഇനി അതിൻ്റെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇതിന് എക്സ് ലിമിറ്റഡിൻ്റെ ഒപ്പം ആഡ് ചെയ്തിരിക്കുന്നത് 35 lakh 18,70,000 ആണ്. 35 lakh 18,70,000 ആണ്. പക്ഷേ ഇത് നമ്മൾ എടുത്തിട്ടില്ല, വൈ ലിമിറ്റഡിൻ്റെ എടുത്തിട്ടില്ല. 30 lakh 17 lakh 30 lakh 17 lakh അതിന് പകരമായിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 35 lakh പ്ലസ് 18,70,000 മൈനസ് 30 lakh മൈനസ് 17 lakh ചെയ്യുമ്പോൾ 6,70,000 കിട്ടും. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അമാൽഗമേഷൻ. ഓക്കെ, ഒന്നും കൂടിയും പറയാം. ഇവിടെ പുതിയതായിട്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വൈ ലിമിറ്റഡാണ് അവിടെ ലിക്വിഡേറ്റ് ആയി പോകുന്നത്. അപ്പോൾ അവർക്ക് പകരമായിട്ട് വന്നിരിക്കുന്നത് 35 lakh 18,70,000. അത് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, അതായത് പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ഇനി വൈ ലിമിറ്റഡിൻ്റെ ഉള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ 6,70,000 കിട്ടും. അത് ജനറൽ റിസർവിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ 80 കിട്ടും. നെക്സ്റ്റ് ഐറ്റം ഏത് റിസർവാണ്? എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്. രണ്ടും ആഡ് ചെയ്യുക. 3 lakh പ്ലസ് 2 lakh 5 lakh വരും എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്. ദെൻ നെക്സ്റ്റ് റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് 1 lakh വരും. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ടോട്ടൽ ചെയ്യുക. 7,50,000 പ്ലസ് 500 ചെയ്യാം. 1250. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1930 വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അമാൽഗമേഷൻ മാത്രമാണ്. ഓക്കെ, ബാക്കിയെല്ലാം ടോട്ടൽ ചെയ്ത് എഴുതുക, ബിക്കോസ് എല്ലാ റിസോഴ്സും എടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലോങ് ടേം ബോറോവിങ്സ് ആണ്. ലോങ് ടേം ബോറോവിങ്സ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വാലൻ്റ് നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലോങ് ടേം ബോറോവിങ്സ് എത്ര വരും? ഇക്വാലൻ്റ് നമ്പർ അല്ലേ, അപ്പോൾ എക്സ് ലിമിറ്റഡിലും 350 വരും. അപ്പോൾ ടോട്ടൽ 850 ലോങ് ടേം ബോറോവിങ്സ്. നെക്സ്റ്റ് ഐറ്റം ട്രേഡ് പേയബിൾസ് ആണ്. ട്രേഡ് പേയബിൾസ് ഇത് രണ്ടും ടോട്ടൽ ചെയ്ത് എഴുതുക. അതർ കറൻറ്റ് ലയബിലിറ്റീസും ടോട്ടൽ ചെയ്ത് എഴുതുക. അസറ്റ് സൈഡിൽ സെയിം മെത്തേഡാണ്. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൽ ഇത് ടോട്ടൽ ചെയ്ത് എഴുതുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത് എഴുതുക. ഇൻവെൻട്രി ഇതെല്ലാം കറൻറ്റ് അസറ്റ്സിൻ്റെ കീഴിൽ വരും. ജസ്റ്റ് ടോട്ടൽ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ദിസ് ഇസ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. ഇനി അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ഓക്കാനാണെങ്കിൽ ബാലൻസ് ഷീറ്റ് വരക്കാം. ഷെയർ ക്യാപിറ്റൽ എല്ലാം സെയിം തന്നെയായിരിക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിസോഴ്സ് ആൻഡ് സർപ്ലസിൽ മാത്രം ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അപ്പോൾ പർച്ചേസ് നേച്ചറിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് എടുക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസോഴ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കി നോക്കാം.
ഇനി ആദ്യം തന്നെ റിസർവ്സിൽ ആദ്യം തന്നെ നമുക്ക് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞൊരു റിസർവ് വരും. ജേണൽ എൻട്രി നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡെബിറ്റ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ്വില്ലും ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവും ആണ്. ഓക്കെ, അപ്പോൾ സൺട്രി അസറ്റിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അസറ്റിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗുഡ്വില്ലും. ഓർത്താൽ മതി, നമ്മളെല്ലാം നെറ്റ് അസറ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് കൺസിഡറേഷനും. ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ഗുഡ്വില്ല്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അപ്പം നെറ്റ് അസറ്റ് ആദ്യം കണ്ടുപിടിക്കുക. അതിന് സൺട്രി അസറ്റ് എത്രയാണ്? സൺട്രി അസറ്റ് എന്ന് പറഞ്ഞാൽ വൈ ലിമിറ്റഡിലെ ആണ് കേട്ടോ, ട്രാൻസ്ഫറർ കമ്പനിയുടെ എടുക്കേണ്ടത് 6600, അതായത് 66 lakh ആണ് സൺട്രി അസറ്റ്. അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്യണം. ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് ഡിബെഞ്ചേഴ്സ് എടുക്കണം. 350 + 350 + 150 മൈനസ് ചെയ്യുമ്പോൾ 5750 നെറ്റ് അസറ്റ് കിട്ടും. പർച്ചേസ് കൺസിഡറേഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 5370. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഫിഗർ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കിട്ടും. ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്. ജേണൽ എൻട്രിയുടെ ഫോമാറ്റ് ഓർത്താൽ മതി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറവാകുമ്പോൾ ക്യാപിറ്റൽ റിസർവ് പോകും. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഫസ്റ്റ് ഐറ്റം ആ ക്യാപിറ്റൽ റിസർവ് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത റിസർവ്സിൻ്റെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് പർച്ചേസിൻ്റെ മെത്തേഡിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാത്രം എടുക്കാൻ പാടുള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ ജനറൽ റിസർവ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണോ? അല്ല. സോ ട്രാൻസ്ഫറർ കമ്പനിയുടെ എടുക്കണ്ട. ട്രാൻസ്ഫറി കമ്പനിയുടെ 500 മാത്രം ജനറൽ റിസർവ് എടുക്കുകയുള്ളൂ. ഇനി അടുത്തത് എന്ത് റിസർവാ? എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അപ്പോൾ 200 എടുക്കാം. 200 അല്ല, 300 300 എടുക്കാം, 200 എടുക്കാം. ടോട്ടൽ 500 വരും. 500 ആണ് എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് 100 സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. സോ നമുക്ക് എടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, ഒരു ജേണൽ എൻട്രി വരുന്നുണ്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എല്ലാം നമ്മൾ ഇതിനകത്ത് എടുത്തു, അത് കറസ്പോണ്ടിങ് ഒരു ഡെബിറ്റ് എൻട്രി ആയിട്ട് പോകും. അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് പോകും. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ ടോട്ടൽ 300 അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവിലേക്ക് പോകുമ്പോൾ നെഗറ്റീവായിട്ട് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് 300 കാണിക്കണം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണോ? അല്ല. അപ്പോൾ ഈ 750 ട്രാൻസ്ഫറി കമ്പനിയുടെ മാത്രം എടുക്കുക, ടോട്ടൽ ചെയ്യാം. ബാക്കിയെല്ലാം ബാലൻസ് ഷീറ്റിൽ സെയിം ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ എന്താ ഡിഫറൻസ് വരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അമാൽഗമേഷൻ നമ്മൾ മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, ദെൻ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൽ എന്താ ഡിഫറൻസ് വരുന്നത്? അതേപോലെ തന്നെ മെർജറിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എടുക്കാം, ഫ്രീ റിസർവ്സ് എടുക്കാം ട്രാൻസ്ഫറി കമ്പനിയുടെ. അപ്പോൾ ടോട്ടൽ ചെയ്ത് എഴുതാം. ഇനി പർച്ചേസിലാണെങ്കിലോ ക്യാപിറ്റൽ റിസർവ് വരുന്നുണ്ടോ നോക്കണം. ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ്വിൽ വരും. ഇനി അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് എന്ന് പറഞ്ഞ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഫ്രീ റിസർവ്സ് എല്ലാം ട്രാൻസ്ഫറി കമ്പനിയുടെ മാത്രം എടുക്കാൻ പാടുള്ളൂ, ട്രാൻസ്ഫറർ കമ്പനിയുടെ എടുക്കാൻ പാടില്ല. ബാക്കിയെല്ലാം സെയിം.